ഹലോ ഫ്രണ്ട്സ്, സക്സസ് ഇൻസൈറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന മലയാളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പദശുദ്ധി. LP, UP, +2, ഡിഗ്രി ലെവൽ പ്രിലിംസ്, LDC മെയിൻ എക്സാമിലൊക്കെ ചോദിച്ചു കാണുന്ന ഒരു ടോപ്പിക്കാണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ വേർഡാണ് മഹത്വം. മഹത്വത്തിന് 2 തായാണുള്ളത്. അപ്പോൾ ഒരു കോഡ് പറയാം. തത്തയുടെ ഇത്തയാണ് മഹത്വം എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ മഹത്വത്തിന് 2 തായുണ്ടെന്ന് ഓർത്തിരിക്കുക. അടുത്ത വേർഡാണ് പ്രഭുത്വം. പ്രഭുത്വം, മനുഷ്യത്വം, സ്ത്രീത്വം ഇതിനൊക്കെ എന്താണ്, 1 താ മാത്രമാണ് ഉള്ളത്. പക്ഷെ മഹത്വത്തിനോ, മഹത്വത്തിന് 2 തായുണ്ട്. തത്തയുടെ ഇത്തയാണ് മഹത്വം ഓർത്തിരിക്കുക. ബാക്കിയുള്ളതിന് 1 തായുള്ളൂ. പ്രഭുത്വം, മനുഷ്യത്വം, സ്ത്രീത്വം. ഇനി അടുത്ത വേർഡാണ് അംഗജൻ. അംഗം എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം, അവയവം അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽപ്പെട്ട വ്യക്തി എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. പക്ഷെ അംഗം എന്നാൽ യുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. അംഗ എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം, അവയവം അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽപ്പെട്ട വ്യക്തി എന്നൊക്കെയാണ്. അംഗം എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം എന്നാണ്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് അംഗജൻ എന്നാണ്. അംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം അംഗത്തിൽ നമ്മൾ ഗംഗയുടെ ഗായല്ലേ എഴുതുന്നേ. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, അംഗജൻ ഗംഗയുടെ ഗായാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം അടുത്ത വേർഡാണ് അടിമത്തം. അടിമത്വം അല്ല, അടിമത്തം. 2 താ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ മഹത്വം പറഞ്ഞതുപോലെ തത്തയുടെ ഇത്തായാണ് ഇവിടെയും വരുന്നത്. അടിമത്വം ഇത് ഓർത്തിരിക്കുക. ഒരു കോഡ് പറഞ്ഞുതരാം. അടി കൊണ്ട് മത്തു പിടിച്ചു എന്നോർത്തിരിക്കാം. അപ്പം അടിമത്തത്തിന് 2 തായാണ് ഉള്ളത്. നോട്ട് ചെയ്യുക. അപ്പം അടുത്ത വാക്കാണ് അഞ്ചനം, അഞ്ചലി. ഇതൊക്കെ ഞാജ കോമ്പിനേഷനാണ്. നോക്കിയേ, 5 ഞാജ അല്ലേ വരുന്നത്. അഞ്ചനം, അഞ്ചലി. അപ്പം ഇത് ഞാജ കോമ്പിനേഷനാണെന്ന് ഓർത്തിരിക്കാം. അപ്പം അടുത്ത വേർഡാണ് ആധാരം. ആധാരത്തിൻ്റെ ഈ ധായല്ല, ഈ ധായാണ്. കണ്ടില്ലേ, ആധാരം എന്നെഴുതുന്നത്. അടുത്തതാണ് ആനച്ചന്തം. നമ്മൾ പറയില്ലേ ഒരാളെ കാണുമ്പോൾ, നിന്നെ കാണാൻ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതങ്ങനെ ഓർത്തിരിക്കുക. ആനച്ചന്തം നമ്മൾ വെയിറ്റ് കൊടുത്തല്ലേ പറയണേ. നിന്നെ കാണാൻ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം ആനച്ചന്തത്തിന് 2 ചായ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. വെയിറ്റ് കൊടുത്തല്ലേ പറയണേ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആനച്ചന്തം. അടുത്തതാണ് കൈപ്പട. നമ്മൾ പട കൂടുമ്പോൾ ഒരാൾ തന്നെയാണോ പട കൂടുന്നത്? 2 പേര് ചേർന്നാലല്ലേ അത് വഴക്കാവുന്നേ, പട കൂടുന്നത്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. 2 പായുണ്ട്. ഇപ്പം 2 പേര് ചേർന്നാലാണ് പട കൂടുന്നത് എന്ന് ഓർത്തിരിക്കുക. കൈപ്പട. കൈപ്പടയ്ക്ക് 2 പായുണ്ട്. 2 പേര് ചേർന്നാണ് അടി ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. കൈപ്പട. അടുത്തത് അവധി. അവധി, ആധാരം ഇതിൻ്റെയൊക്കെ ധാ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പം ആധാരത്തിൻ്റെ ധായും അവധിയുടെ ധായൊക്കെ ഒന്നാണ്. അപ്പോൾ ഈ ധായല്ല, ഈ ധായാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തതാണ് അഗ്രജൻ. അഗ്രജൻ, അനുഗ്രഹം. ഇതിലെ നിങ്ങൾ ഗ്രാ നോക്കിക്കേ. അനുഗ്രഹം നിങ്ങളിത് ഇങ്ങനെയല്ലേ എഴുതുന്നേ. ഇത് തെറ്റാണ് കേട്ടോ. അപ്പം അനുഗ്രഹം, അഗ്രജൻ, അതിലെ ഗ്രായാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊന്നും നിങ്ങൾക്ക് തെറ്റില്ല. ഈ ഗ്രായാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണം. അപ്പം ഇത് ശ്രദ്ധിക്കുക. അഗ്രജൻ, അനുഗ്രഹം, അതിലെ ഗ്രാ ഇങ്ങനെയാണ്, ഇതല്ല എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം അടുത്ത് നോക്കിയേ, അഭയം. ഭ നോക്കിക്കേ, ഭരണിയുടെ ഭായാണല്ലേ. അപ്പം അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അഭയം. അടുത്തതാണ് അനുവാദം. അനുവാദത്തിൽ ഈ ധായല്ല, ഈ ധായാണ്. ഇത് മറക്കാതെ നോട്ട് ചെയ്ത് വയ്ക്കുക. അനുവാദം. അനിവാദം എന്നല്ല, അനുവാദം. ദാ ശ്രദ്ധിക്കുക, അനുവാദം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കോഡ് വഴി മറക്കാതെ ഓർത്തിരുന്ന് പഠിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നാളെ പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.